സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 29 മുതൽ തുടങ്ങും. ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചു. നിലവിൽ 2023 ഡിസംബർ മാസം മുതലുള്ള 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. കുടിശ്ശികയുള്ള പെൻഷൻ മുഴുവൻ നൽകുവാൻ 4500 കോടി രൂപ വേണ്ടിവരുന്നതാണ്. 2024 ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. നേരത്തെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു. വിഷു, ഈസ്റ്റർ, റമദാൻ കാലത്തായിരുന്നു വിതരണം. ഇതിനുശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുന്നതാണ്. നേരത്തെ ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ക്ഷേമ പെൻഷൻ എത്രയാണ്, എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നും ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തിരുന്നു. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രത്തിൻ്റെ അന്തിമാനുമതി ലഭിച്ചു. ഈ വർഷം ഡിസംബർ വരെ 21,253 കോടി രൂപ കടമെടുക്കാം. നേരത്തെ താത്കാലികമായി അനുവദിച്ച 3000 കോടി ഉൾപ്പെടെയാണിത്. അത് എടുത്തു കഴിഞ്ഞു. ഇനി ഡിസംബർ വരെ എടുക്കാവുന്നത് 18,283 കോടി രൂപയാണ്. ക്ഷേമ പെൻഷൻ കമ്പനി പെൻഷൻ വിതരണത്തിനായി 5000 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിച്ച വിധവാ പെൻഷൻ വാങ്ങി വരുന്നവർക്കും അവിവാഹിതയാണെന്ന സാക്ഷ്യപത്രം നൽകിയ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ ലഭിക്കുന്നതാണ്. എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ വാങ്ങുന്ന ചിലർക്കെങ്കിലും 1600 രൂപ ഒറ്റ തവണയായി ലഭിക്കണമെന്നില്ല. 1400 രൂപയും 200 രൂപയും ആയാണ് ലഭിക്കുന്നത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി NSAPയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് 1400 രൂപ സംസ്ഥാന വിഹിതവും 200 രൂപ കേന്ദ്ര വിഹിതവുമാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും NSAP സ്കീമിൽ ഉൾപ്പെടുന്നില്ല. പ്രസ്തുത സ്കീമിൽ ഉൾപ്പെടുന്നത് പ്രായം, വരുമാനം എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ഗുണഭോക്താക്കളെ വേർതിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അനുവദിക്കുമ്പോൾ കേന്ദ്ര വിഹിതം ഇല്ലാത്തവർക്ക് 1600 രൂപയും കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് 1400 രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗുണഭോക്താക്കൾ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ NSAPയിൽ ഉൾപ്പെടുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 രൂപ കേന്ദ്ര വിഹിതം ലഭിച്ചാലുടൻ ആധാർ കാർഡ് അവസാനമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ചില ഗുണഭോക്താക്കൾക്ക് ഇത് വേറെ ബാങ്ക് അക്കൗണ്ട് ആകാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ആധാറുമായി അവസാനം ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. കേന്ദ്ര വിഹിതമായ
200 രൂപ 2 ആഴ്ചയോ 1 മാസമോ വൈകി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ 2 തുകയും ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. 1400 രൂപ ലഭിച്ചവർ ആധാർ കാർഡ് അവസാനമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് കൂടി ഒന്ന് പരിശോധിക്കുക. അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ പെൻഷൻ ID നമ്പറുമായി തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയാൽ സംശയം ഒഴിവാക്കുവാൻ കഴിയും. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.